കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. ഉച്ച കഴിഞ്ഞിട്ടും പട്ടികയായിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവർ പ്രതിസന്ധിയിലായിട്ടുണ്ട്. നിശ്ചയിച്ച റോന്തുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി റിനു. അതുതന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓരോരുത്തരും ഉണ്ടാകേണ്ട സമയത്ത് ചർച്ചയെന്നും പറഞ്ഞും ഒക്കെ ഡൽഹിയിലേക്ക് പോകേണ്ട സ്ഥിതി, അവിടെ ചർച്ചയിൽ തീരുമാനമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച പല പ്രചാരണ പരിപാടികളും നടത്താൻ കഴിയാതെ പോകുന്നു സ്ഥാനാർത്ഥികൾക്ക്. അങ്ങനെ അത്യന്തം പിറകോട്ട് പോകുന്ന സ്ഥിതി കോൺഗ്രസിൽ ഉണ്ടാകുന്നു. അത് UDF ആകെ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുസ്ലിം ലീഗിന്റെ അടക്കം ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. KPCC ഏത് രീതിയിലാണ് നിലവിലെ ഈ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ത്? ഇന്ന് 11 മണിക്ക് അന്തിമ പട്ടിക ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടരുന്നു. ഒരു അന്തിമ പട്ടികയിലേക്ക് എത്തുവാൻ വേണ്ടി UDF അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ അവരെ അറിയിച്ചു കഴിഞ്ഞു, നിങ്ങൾ ആയിരിക്കും എന്നുള്ളത്, പ്രവർത്തനവുമായി ഇറങ്ങാനൊക്കെ പറഞ്ഞു. പക്ഷേ അന്തിമമായിട്ടുള്ളൊരു പട്ടിക വന്നിട്ടില്ല. ഒരു മണ്ഡലങ്ങളിലും തീരുമാനിച്ച് ഉറച്ച സ്ഥാനാർത്ഥികൾക്കപ്പുറം മറ്റാരുടെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ഥാനാർത്ഥിമാരുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോടാണ് ചോദിക്കുന്നത് പട്ടിക എപ്പോൾ വരും എന്നുള്ളത്. നിലവിൽ ഇന്ന് 3 മണിക്ക്, അതായത് നേമത്തും അതുപോലെ തന്നെ അരുവിക്കരയിലും വാമനപുരത്തും അതുപോലെ തന്നെ പാറശാലയിലും നെയ്യാറ്റങ്കരയിലും അടക്കം ഇന്ന് 3 മണിക്ക് സ്ഥാനാർത്ഥിമാർ, അതായത് നേമത്ത് ശബരിനാഥും അതുപോലെ അരുവിക്കര ശിവകുമാറും വാമനപുരത്ത് സുധീർ ഷാ പാലോടും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇതിനുവേണ്ടി മൈക്ക് അനൗൺസ്മെന്റും മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി. പക്ഷേ അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ പട്ടിക പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇവർ ആശങ്കയിലാണ്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഇത് നടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ വൈകിപ്പിക്കണോ എന്നുള്ളത്. കാരണം ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് ഇവരുടെ പേരുകൾ മാറുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും റോഡ് ഷോ നടത്തണമോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ റോഡ് ഷോകൾ ഔദ്യോഗികമായി തന്നെ ഇവർ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞു. ഷോ കാർഡ് ഉൾപ്പെടെ അടിച്ച് നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്ത് മൈക്ക് സെറ്റുകളെല്ലാം തന്നെ സജ്ജീകരിച്ച് അണികളെ അറിയിച്ചവർ ഇരുചക്ര വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തി ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം പട്ടിക പുറത്തു വന്നാൽ ഉടൻ തന്നെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ റോഡ് ഷോകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി. പക്ഷേ പട്ടിക വൈകുന്നു. ഇനി അരമണിക്കൂർ മാത്രം ബാക്കി. പക്ഷേ ഇതിനിടയിൽ പട്ടിക പുറത്തു വരുമോ എന്നുള്ള ഒരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ശരത്ചന്ദ്ര പ്രസാദ് അടക്കം കഴക്കൂട്ടത്ത് ഈ പട്ടികയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വലിയ രീതിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ച് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകും. അത് ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ പോയാൽ സ്ഥാനാർത്ഥികൾ മറിയുമോ എന്നുള്ളൊരു ആശങ്ക ഇവരുടെ മുന്നിലുണ്ട്. നിലവിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ആശയക്കുഴപ്പത്തിൽ നിലനിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ UDF സ്ഥാനാർത്ഥികൾ. റിനു, ഭരണ തുടർച്ച, ഭരണമാറ്റം, ഈ രണ്ടിടങ്ങളിലുള്ള ഇടയിലുള്ള ഒരു മത്സരമാണ്, കടുത്ത മത്സരമാണ് നടക്കേണ്ടത്. അത്രയും നിർണായകമാണ് UDF ഈ തെരഞ്ഞെടുപ്പ്. ആ സമയത്താണ് ഈ പ്രചാരണ രംഗത്ത് അവർ തീർത്തും ഇല്ലാതായി പോകുന്നൊരു സ്ഥിതി. ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. ഇതിൽ KPCC നേതൃത്വം ഇടപെട്ടിട്ടും കാര്യമില്ല. കാരണം തീരുമാനം ഡൽഹിയിൽ നിന്ന് വരേണ്ടതാണ്, അതുണ്ടാവുന്നില്ല. സ്ഥാനാർത്ഥികൾ ആര് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതി, പല മണ്ഡലങ്ങളിലും പിറകോട്ട് പോകുന്ന അവസ്ഥ, വിജയ സാധ്യത ഉള്ള ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിൽ പോലും ഇനി അത് ഉണ്ടാകുമോ എന്ന് പ്രവർത്തകർ പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് റിനു. തീർച്ചയായും. പക്ഷേ KPCC തന്നെയാണ് ഇതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പറയേണ്ടത്. കാരണം അന്തിമമായിട്ടുള്ള ഒറ്റ പേരിലേക്ക് അല്ലെങ്കിൽ ഒറ്റ പട്ടികയിലേക്ക് പോകാൻ വേണ്ടി KPCCക്ക് ആയില്ല. ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, ഹൈക്കമാൻഡിനെ അറിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയാത്തത്. നെടുമങ്ങാട് നമുക്കറിയാം, മണ്ഡലത്തിൽ ചിലരുടെ പേരുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടെങ്കിൽ ഒറ്റ പേരിലേക്ക് എത്തുവാൻ വേണ്ടി ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാമനപുരത്തും അതുപോലെ തന്നെ അരുവിക്കരയിലും നേമത്തടക്കം പല പേരുകൾ പരീക്ഷിച്ചു. പിന്നീട് ചില പേരുകളിലേക്ക് എത്തി അവരെ അറിയിക്കുകയും ചെയ്തു തങ്ങൾ സജ്ജരാകാൻ വേണ്ടി. പക്ഷേ ഇതുവരെ അന്തിമമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിമാരെല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. UDF മൊത്തത്തിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ആ സമയം ഈ പങ്കിടലൊക്കെ തന്നെ ഉണ്ടെങ്കിലും അന്തിമമായിട്ടുള്ള പട്ടിക പുറത്തു വരുന്നില്ല. ഇനി തുച്ഛമായിട്ടുള്ള ദിവസങ്ങളാണുള്ളത്. 23-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാകും. പക്ഷേ വരും ദിവസങ്ങളിൽ അവധിയാണ്. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അന്തിമമായിട്ടുള്ള ഒരു പട്ടികയിലേക്ക് എത്തുവാൻ ഇതുവരെയും KPCCക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡിനായിട്ടില്ല എന്ന് വേണം കരുതാൻ. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.